നിർണയമുണ്ട്. ദൈവത്തിന്റെ നിർണയത്തിന്റെ ഒരു ഗുണം, ദൈവത്തിന്റെ നിർണയം ദൈവം മാറ്റത്തില്ല. മറ്റുള്ളവർക്ക് നമ്മളെ എന്ത് ചെയ്യാനും പറ്റത്തില്ല, എടുത്തു മാറ്റാനോ തട്ടിക്കളയാനോ ഒന്നും പറ്റത്തില്ല. പണ്ടുള്ള പാട്ടുകളിലൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്, ആർക്കുമേവാൻ സാധ്യമല്ലാത്ത ആത്മശക്തി എന്നൊക്കെ പറയുന്ന കൂട്ട് ആർക്കും എടുത്തു കളയാനോ ആർക്കും തരാനോ ഒന്നും പറ്റത്തില്ല. ഇത് ദൈവം തന്നതാണ്. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് എന്തോ ഇല്ല, ആരുമില്ല. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ദൈവത്തിന്റെ നിർണയം ഇത് തട്ടിക്കളയാൻ നമുക്ക് പറ്റും. പലരും അത് വിശ്വസിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരൊക്കെ. പക്ഷെ ദൈവജനത്തിന് അതിന് തെളിവുകളുണ്ട്. കാര്യം, എന്നെപ്പറ്റി ദൈവം വിചാരിക്കുന്നത് ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ ഓ, ഓ, ഒരു നല്ല മിഷണറി ആയിട്ട് ആണോ എന്ന് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണെന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച്. പക്ഷേ ഞാൻ അതിന് തയ്യാറല്ല. ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യോനയെ പോലൊക്കെ ദൈവം ഇടപെടും. നമുക്കറിയാം യോനയുടെ കാര്യം. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് എന്തോ ചെയ്തു, നെടുമ്പാട് വീണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കരഞ്ഞ് നിലവിളിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു എന്ന് പറയുന്നോട്ട് പലരുടെയും ജീവിതത്തിൽ ദൈവം എന്തോ ചെയ്യും, മാനസാന്തരത്തിന്റെ അവസ്ഥയൊക്കെ കൊടുത്തിട്ടും. അതിനൊരു ഉദാഹരണമാണ് ശൗലിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ എന്നിട്ട് ദൈവം തന്നെ ശൗമേലിനോട് പറഞ്ഞു, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരുത്തനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു നിർണയമുണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയൊക്കെ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 14 അധ്യായം 24 വാക്യം. ഐസിയ ചാപ്റ്റർ 14 വേഴ്സ് 24 ഓൺവേർഡ്സ്. യെശയ്യാവിന്റെ പുസ്തകം 14 അധ്യായം 24 വാക്യം. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. അപ്പൊ ഇവിടെ ദൈവം പറയുന്നതാണ്, ഞാൻ ആണയിട്ടതുപോലെ, അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് പോലെ എന്തോ സംഭവിക്കും. ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. അവിടുത്തെ വാക്കുണ്ടോ? നിർണയം. ദൈവം 26 വാക്യോടെ ഒന്ന് വായിക്കാമോ? സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു, സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. കണ്ടോ, ഇവിടെ ദൈവത്തിന്റെ നിർണയം. അനേകം വാക്കുകളുണ്ട്. ഞാനത് ഈ നിർണയം എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നിട്ട് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാ വിഷയം, കർത്താവ്, ഇതുവരെ ഉള്ളത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഇന്നു മുതൽ, അല്ലെങ്കിൽ അടുത്ത വർഷം 2026 ഞാൻ കാലെടുത്ത് വെക്കുന്നെങ്കിൽ എനിക്ക് അങ്ങയുടെ നിർണയം എന്താണെന്ന് അറിയണം. അങ്ങ് നിർണയിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം, എൻ്റെ തലമുറകളുടെ മേൽ സംഭവിക്കണം. എനിക്കറിയാം എന്നെക്കുറിച്ച് അങ്ങയ്ക്കൊരു നിർണയമുണ്ട്. ആമേൻ. ദൈവം തള്ളിക്കളഞ്ഞവരുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് നമ്മളങ്ങ് വിടാം. നമ്മളെ ദൈവം തള്ളിയിട്ടില്ല. തള്ളാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ദൈവനിർണയത്തെ പറ്റി കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങനെ തള്ളിക്കളയാതെ, കർത്താവെ, ഇന്ന് ഈ രാത്രികാലം അങ്ങയ്ക്കൊരു എന്നെ പറ്റിയൊരു നിർണയമുണ്ടെന്ന് എന്നെ അങ്ങ് കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇത് അങ്ങ് എന്നെ കേൾപ്പിച്ചെങ്കിൽ, എൻ്റെ ഹൃദയത്തോട് അങ്ങ് ഇടപെടുന്നെങ്കിൽ, ഒരു കാര്യം എനിക്കറിയാം, അങ്ങയുടെ നിർണയം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങയുടെ നിർണയം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് ഞാൻ രോഗിയായിരിക്കാം, ഇന്ന് ഞാൻ കടത്തിലായിരിക്കാം, ഇന്ന് ഞാൻ ഭാരത്തിലായിരിക്കാം, ഇന്ന് ഞാൻ പ്രയാസത്തിലായിരിക്കാം, ഇന്ന് എന്നെ കളിയാക്കുന്നവരുണ്ടായിരിക്കാം. എന്നാൽ എനിക്കൊരു കാര്യമറിയാം, എൻ്റെ ദൈവത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. അവൻ എന്നെക്കുറിച്ച് നിർണയിച്ചത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ നിർണയം സംഭവിക്കും. അതിനുവേണ്ടി എന്നെ താഴ്ച സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിർണയം.
അസ്തുര പൗഡ രിഗനെ ഉടവൽഖന രീഗന രാജക രൗഡക രംധനരകനം ഹാലലി അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. പക്ഷേ ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ സ്റ്റഡി ആയതുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയെ പറ്റി ഒന്ന് പഠിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറുതായിട്ടൊന്ന് ആ വ്യക്തിയെ പറ്റി പറഞ്ഞു. ആ വ്യക്തി വേറെ ആരുമല്ല, യോസഫ്. അദ്ദേഹത്തെക്കുറിച്ച് ദൈവത്തിനൊരു നിർണയം ഉണ്ടായിരുന്നു. ഓ, അതൊരു വലിയ നിർണയമാണ്. എന്നെ കോരിത്തെരിപ്പിച്ച, എന്നെ ഇപ്പോഴും എന്താ പറയുന്നത്, ശക്തീകരിക്കുന്ന ഒരു ദൈവിക നിർണയത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്. അദ്ദേഹത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് വായിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിലേക്ക് വരണം. 37 അധ്യായം 2-3 വാക്യങ്ങൾ. ഇന്ന് കുറേ അധിക റെഫറൻസുകളിൽ കൂടെ നമ്മൾ പോകും. കാര്യം യോസഫിനെ പറ്റി ഒരു ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന് മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നിർണയം എങ്ങനായിരുന്നു, ആ ദൈവത്തിൻ്റെ നിർണയം എങ്ങനെയാണ് ദൈവം നിർവഹിച്ചതെന്ന് ആമേൻ നമ്മൾ ഇന്ന് കാണാൻ പോകുകയാണ്. എനിക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റാണ്. ഭയങ്കര ദൈവസ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഒക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മൾ ഈ മീറ്റിങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. നേരത്തെ അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ, ദുബായിലോ അബുദാബിയിലോ എവിടെയാണ്. അനേകം വർഷങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. അദ്ദേഹം ഞാനുമായിട്ടുള്ളൊരു ആത്മാർത്ഥ ബന്ധമെന്ന് പറഞ്ഞാൽ ആ, ഞാൻ അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായത്. അതിൻ്റെ കാരണവും ഞാൻ പറയാം. നല്ല പ്രാർത്ഥനാ മനുഷ്യൻ. എന്ത് വിഷയമുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പ്രയറിൽ കയറുമായിരുന്നു. സൗദിയിൽ നിന്ന് കയറുമായിരുന്നു. അപ്പം ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുന്നത് ഇദ്ദേഹം എഴുതിയെടുക്കും. അതെനിക്ക് മനസ്സിലായത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ എന്നെ വിളിക്കും, ദേവദാസനെ ആ പുള്ളിക്കാരിയുടെ കാര്യം എന്തുവായി. അപ്പോഴാണ് ഞാനും പെട്ടെന്ന് ആലോചിക്കുന്നത്, ദൈവമേ ശരിയാണല്ലോ, ആ പുള്ളിക്കാരുടെ കാര്യം എന്തുവായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പുള്ളിക്കാരനാണ് ആര്, ഈ അച്ചായൻ. അദ്ദേഹത്തിന് പ്രായമുണ്ട്, റിട്ടയർഡായി. ദൈവം അദ്ദേഹത്തെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. അപ്പം അദ്ദേഹം ഒരിക്കൽ, അദ്ദേഹത്തിൻ്റെ അനിയൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാസ്റ്ററാണ്. അദ്ദേഹം തൻ്റെ ഈ സഹോദരൻ കല്യാണം കഴിച്ച പെൺകുട്ടിയെ പറ്റി, സഹോദരൻ്റെ മോളെ കല്യാണം കഴിച്ച പയ്യനെ പറ്റി പറഞ്ഞിരുന്നത്, ഈ പയ്യൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്നൊരു മാതാവായിരുന്നു. പുള്ളിക്കാരി മരിച്ചുപോയി. പക്ഷെ മോൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് ഒരിക്കൽ എന്തോ കാര്യത്തിന് അവരിങ്ങനെ അലമാരിയൊക്കെ തപ്പി വന്നപ്പോൾ മാതാവിൻ്റെ ബൈബിള് കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നു മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പേര്. നോക്കുമ്പോൾ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ പേരും ആ മാതാവ് എഴുതി വച്ചിരിക്കുന്ന പേരും ഒന്നാണ്. മാതാവ് ഇപ്പോൾ ഭൂമിയിലില്ല, പക്ഷെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ല, ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. എന്നെ വളരെയേറെ അതിശയിപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ നിർണയം ദൈവം അറിയിച്ചാൽ ഒരുപക്ഷെ അവർ ഈ ഭൂമിയിൽ കാണത്തില്ലെങ്കിലും അവരുടെ തലമുറകളുടെ മേൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പാലിക്കാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് തുടങ്ങണം. അതാണ് നമ്മുടെ ദൈവം, അതാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഈ അങ്കിള് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലും ഇടയ്ക്കിടയ്ക്ക് കയറും. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ, പ്രത്യേകിച്ച് ഞാൻ ബിസി ആയിട്ടുള്ള സമയത്ത് ഞാൻ അങ്കിളിനോട് പറയാം, അങ്കിളെ ഇന്നൊരു ദൈവജനത്തിൽ നിന്ന് പ്രസംഗിക്കണം എന്നൊക്കെ പറയും. നല്ലതുപോലെ പ്രാർത്ഥിച്ച് ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു അങ്കിൾ. ഒരിക്കൽ ഞാൻ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കടന്നു പോകുന്നൊരു സമയം, എനിക്ക് തോന്നുന്നു നിങ്ങളോട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരിക്കും. സൗത്ത് ആഫ്രിക്ക ഞങ്ങളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എൻ്റെ അങ്ങേ വർഷം 2024 ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നൊരു സമയത്ത് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയി, ഞാനും എൻ്റെ വൈഫൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ സോ പർട്ടിക്കുലറാണ്. എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഉപ്പ് ഇരിക്കുന്ന എവിടെയാണെന്നറിയാൻ ഞാൻ നേരെ ഉപ്പ് എടുക്കും, തിരിച്ച് പേ ചെയ്യും, വീട്ടിൽ വരും. പക്ഷേ എൻ്റെ വൈഫുമായിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഷെൽഫെല്ലാം ഇങ്ങനെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഇത് മേടിക്കുന്നുണ്ടോ? അപ്പോൾ പറയും ഇല്ല. എങ്കിൽ ഞാൻ പറയാം തിരിച്ചു വെച്ചേക്ക്. അങ്ങനെ പുള്ളിക്കാരി ടൈം എടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി മേടിക്കുന്ന ഒരാളാണ്.
അപ്പം അന്ന് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയ സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേന് വൈഫ് കുറച്ച് ബദാം, കാഷ്യൂനട്ട്, അങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇത് കണ്ടിട്ട് മനസ്സിലൊരു കാൽക്കുലേഷൻ നടത്തി. ദൈവമേ, ബദാമിന് ഇത്ര രൂപ, കാഷ്യൂനട്ടിന് ഇത്ര രൂപ, ഇതെല്ലാം കൂടെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഞാൻ പുള്ളിക്കാരിയെ ഇങ്ങനെ നോക്കി. എൻ്റെ നോട്ടം കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മേ. പുള്ളിക്കാരി ഈ 1 kg അല്ല എടുത്തത്, ഇതെല്ലാം എടുത്ത് തിരിച്ചു വെച്ചു. തിരിച്ചു വെച്ചിട്ട്, അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു ചെറിയ സന്തോഷമായി. ദൈവമേ, ഇത് എടുക്കുന്നില്ലല്ലോ എന്ന്. എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്തത് എന്താണെന്നറിയോ? 1 കിലോ മാറ്റി 500 ഗ്രാമിൻ്റെ എടുത്തു. ഇതെല്ലാം 500 ഗ്രാമിൻ്റെ എടുത്തു. അപ്പം ഇത് കണ്ടപ്പോഴത്തേന് പിന്നെ ഞാനിങ്ങനെ മുഖത്ത് നോക്കി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ എൻ്റെ ദീർഘശ്വാസം വിടുന്നത് കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരി ഇതെല്ലാം തിരിച്ചു വെച്ചു. അപ്പം ഞങ്ങൾ എടുത്ത സാധനങ്ങൾ മാത്രം നേരെ വന്നു ബില്ല് പേ ചെയ്തു. അപ്പോൾ ബില്ല് പേ ചെയ്യാൻ നേരത്തെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ആക്ച്വലി ഇത് നമ്മുടെ പിള്ളേർക്ക് പൊടിച്ച് പാല് കലക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് മേടിച്ചത് എന്ന് പറഞ്ഞു. അത് അതിനു വേണ്ടിയായിരുന്നു ഞാനിതൊക്കെ എടുത്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പടഞ്ഞു പോയി. ഒരപ്പനായി എനിക്ക് സ്വന്തം മക്കൾക്ക് പുള്ളിക്കാരി ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി പാല് കലക്കി കൊടുക്കാനാണ്. അപ്പോൾ അതിന് പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്, ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ദൈവത്തോട് പറയും, കർത്താവേ സ്തോത്രം, എന്ന് വെച്ചാൽ നീ കാണുന്നുണ്ടല്ലോ, നീ അറിയുന്നുണ്ടല്ലോ എന്ന് അതിൻ്റെ അർത്ഥം. കാര്യം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ്. അപ്പം ഞാൻ കണ്ണീരോടെ കണ്ണ് നിറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കി. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു കൗച്ചുണ്ട്. ആ കൗച്ചിൽ ഞാനിങ്ങനെ കിടക്കുക. ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു വാട്സപ്പ് വന്നു. അപ്പം ഈ അങ്കിളിൻ്റെയാണ്, ഈ സൗദി അറേബ്യയിൽ നിന്ന് ഈ അങ്കിൾ അയച്ചിരിക്കുക. പക്ഷെ ഫുൾ അറബ്. ഞാൻ ആലോചിച്ചത് ഒരു SPL എന്ന് മാത്രം ഇംഗ്ലീഷ്, ബാക്കി മുഴുവൻ അറബി. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഈ അങ്കിളിനെ അങ്ങോട്ട് വിളിച്ചു. വാട്സപ്പിൽ വിളിച്ചു. എന്തുകൊണ്ട് നിങ്ങളെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, എന്തോ ഈ സംഭവം? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം. എന്നോട് പറഞ്ഞു, ദേവദാസനെ, കഴിഞ്ഞ മാസം ഞങ്ങൾ ഫാമിലിയായിട്ട് ജോർദാനിൽ പോയി. അപ്പോൾ എനിക്കറിയായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതുപോലെ ജോർദാനിൽ പോകുന്നുണ്ട്. അപ്പോൾ ജോർദാനിൽ ഞങ്ങളിങ്ങനെ പോയ സമയത്ത് എനിക്ക് ദേവദാസനെ പറ്റി ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അപ്പം ഞാൻ അവിടുന്ന് ദൈവദാസന് വേണ്ടി ഒരു ഷർട്ട് മേടിച്ചു. ഞാൻ പറഞ്ഞു, വളരെ നന്ദി, സന്തോഷം. അതും എനിക്ക് ആദ്യമായിട്ടാണ് ഒരാൾ ഒരു ഡാർക്ക് ബ്ലൂ കളറ് ഷർട്ട് ഗിഫ്റ്റ് തരുന്നത്. അപ്പോൾ എനിക്കൊരു ഷർട്ട് മേടിച്ചു. എന്തോ ദേവദാസിനെ പറ്റി ഓർത്തപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞൊരു ഷർട്ട് മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യയിൽ വന്നു. തിരിച്ച് താൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഫാമിലിയായിട്ട്. സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, ഈ ഷർട്ട് മാത്രമായിട്ട് എങ്ങനെ ഈ ദേവദാസൻ അയക്കുന്നത്? അതുകൊണ്ട് ഞാനൊരു ടീഷർട്ടും മേടിച്ചു. എനിക്ക് തോന്നി ഈ അങ്കിളിൻ്റെ ഫേവറേറ്റ് കളർ ഡാർക്ക് ബ്ലൂ ആണെന്ന്. അതും ഒരു ഡാർക്ക് ബ്ലൂ ടീഷർട്ട്. എന്നിട്ട് ഈ അങ്കിള് പറഞ്ഞു, ഞാൻ ഇത് നിങ്ങൾക്ക് പാർസൽ അയക്കണം. അപ്പോൾ എൻ്റെ അഡ്രസ്സ് ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിത് പാർസൽ ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു, അയക്കാൻ വേണ്ടി വരികയായിരുന്നു. പക്ഷെ എന്നെ ആരോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഞാനൊരു ഷോപ്പിൽ കയറി. എനിക്കറിയത്തില്ല ഞാൻ ഈ അയച്ച സംഭവങ്ങളൊക്കെ അവിടെ കിട്ടുമോ ഇല്ലയോ എന്ന്. പക്ഷെ ഞാൻ മേടിച്ചു, ഞാനങ്ങ് അയച്ചു. എന്തൊക്കെയാണെന്നറിയാവോ? നമ്മളിവിടെ കിട്ടുന്നത് ഒരു സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി സംഭവങ്ങൾ. ഈ കാഷ്യൂനട്ട്, ബദാം, പിന്നെ പ്രാർത്ഥിച്ച എനിക്ക് എൻകറേജ്മെൻ്റ് ആയിട്ട് ഒരു ഷർട്ടും ടീഷർട്ടും, പിന്നെ ഒരു 2-2.5 കിലോ നല്ല ഡേറ്റ്സും ഈന്തപ്പഴവും ഒക്കെ കൂടി ഒരു വലിയൊരു പാക്കറ്റ്. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ ചിന്തകളിൽ നമ്മളെപ്പോഴും ഉണ്ട്. അവൻ്റെ നിർണയത്തിലാണ് ഞാനും നിങ്ങളും. ഒരുപക്ഷെ നമ്മൾ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും. നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരിക്കാം. പക്ഷെ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുണ്ട്. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു പാർസൽ വരുന്നത് കേട്ടോ.
ഞങ്ങൾ 5 പേരാണ്. എൻ്റെ സഹോദരന്മാരൊക്കെ ഡിഫറൻസ് കൺട്രീസിലുണ്ട്, ഈ പറയുന്ന ഗൾഫ് കൺട്രീസിലുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്കാരും അയച്ചിട്ടില്ല. അങ്ങനെ അയച്ചു തരാതിരുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എനിക്കും വന്നൊരു പാർസൽ, എൻ്റെ അപ്പൻ്റെ പാർസൽ. എന്നെ കേൾക്കുന്നവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് പല നിർണയങ്ങളുണ്ട്. പക്ഷെ അതറിയാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് പലപ്പോഴും കഷ്ടതയെന്ന് കേട്ടാലേ കരച്ചില്ല. എന്താ ദൈവമേ എന്നാ ചോദിക്കുന്നത്. പക്ഷെ ഇങ്ങനൊന്ന് പോയാലല്ലേ ദൈവത്തിൻ്റെ കരുതൽ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത്, കഷ്ടത സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയൊക്കെ ഉളവാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കഷ്ടത ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറ. ഈ കഷ്ടതയുടെ ഒരു കുഴപ്പം എന്തോന്നറിയോ? കഷ്ടതയിലിരിക്കുമ്പം പലരും വന്ന് പലതും നമ്മളോട് പറയും. യോബിൻ്റെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ യോബിനോട് വന്നിട്ട് പറഞ്ഞു, യോബേ, നീ ഈ കഷ്ടതയിൽ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നീ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ എന്തൊക്കെയോ പാപം ചെയ്തിട്ടുണ്ട്, നീ അതൊക്കെ അങ്ങ് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാനൊക്കെ പുള്ളിയോടൊക്കെ വന്ന് പറയും എന്ന് പറയുന്ന തൊട്ട് ചില സമയത്ത് പലരും വന്ന് നമ്മളോട് പറയും ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ചെയ്യും? പടയും. എൻ്റെ കർത്താവേ, ഇന്ന് വൽക്കാലം ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് കഷ്ടത നീ തന്നെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എന്നെ ഇതിൽ സിദ്ധനാക്കി അങ്ങ് മാറ്റണമെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ നിർണയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന പോകുന്ന വാക്യം 37-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപ്പായുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്നു പറഞ്ഞു. യോസഫ് വാർദ്ധക്യത്തിലെ ആ, മകനായകൊണ്ട് വായിക്കണോ ഇത് പാസ്റ്റർ? യോസഫിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. അതെ, യോസഫിൻ്റെ സ്വഭാവം കണ്ടോ? ബാക്കിയുള്ളവരൊക്കെ, ബാക്കി 10 പേര്, 12 പേരാണ് ഇവർ. അതെ. ബാക്കി ഒരാൾ അനിയനാണ്. അപ്പോൾ ബാക്കി 10 പേര് ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ചെയ്യുന്നില്ല, യോസഫ് കൂടുന്നില്ല. കൂടാതെ അപ്പനോട് വന്നിട്ട് പറയുന്നപ്പാ, പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? ഇല്ല, ഇല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. അതിൻ്റെ ഇപ്പം നമ്മൾ വായിച്ചത് 3-ാമത്തെ വാക്യമല്ലേ? 4-ാമത്തെ വാക്യം 2 കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. മൂന്നാമത്തത് വായിക്കണോ? വായിച്ചോ. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി ഉം. അവനെ ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് കണ്ടോ? സമാധാനമായി അപ്പൻ്റെ സ്നേഹം അധികം കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തോ വരുമെന്നറിയാമോ? ഒരു വിഷം വരും. ക്ഷമയുണ്ട്. ഒരു വിഷം വരും. കഷ്ടതയിൽ കൂടെ ഒക്കെ പോകുന്നെങ്കിൽ ആലോചിച്ചോണം. കഴിഞ്ഞ നാളുകളിൽ അപ്പൻ ഒരുപാട് സ്നേഹിച്ചതാണ്. സ്തോത്രം. അപ്പോൾ അപ്പൻ ഒരുപാട് നിർണയമുണ്ട് നമ്മളെ പറ്റി. അപ്പോൾ ഈ നിർണയമൊക്കെ ജീവിതത്തിൽ വരണമെങ്കിൽ എന്തോ ചെയ്യണം? കഷ്ടതയിൽ യോസഫിനെ കൂടി പോലുള്ള ചില അനുഭവങ്ങളിലൊക്കെ കടന്നു പോകണം. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇനി 5-8 വരെയുള്ള വാക്യയുടെ വേഗത്തിലൊന്ന് വായിക്കാവോ? യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്ന് നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തം അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. ആമേൻ. കണ്ടോ? ഇവിടെ ദൈവം യോസഫിന് എന്തോ ചെയ്യുക? ഒരു ക്ലൂ കൊടുക്കും. ഒരു ക്ലൂ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പലർക്കും ദൈവം പല ടാലൻറ്റുകൾ തന്നിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവവചനം ഷെയർ ചെയ്യാനായിരിക്കാം, പ്രാർത്ഥിക്കാനായിരിക്കാം. പ്രാർത്ഥിക്കുന്ന മോശം കാര്യമല്ല കേട്ടോ. അത് മോശമായിട്ട് നിങ്ങൾ കരുതരുത്. അത് വളരെ വിലയേറിയതും വിലപ്പെട്ടതുമാണ്. നമുക്കറിയാം, ആമേൻ. പ്രാർത്ഥനയാൽ കഴിയാത്തതായിട്ട് എന്തോ ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. കർത്താവ് പോലും പറഞ്ഞിരിക്കുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ എന്തോ ചെയ്യത്തില്ല, ഈ ജാതി ചിലതൊന്നും വിട്ടുപോകത്തില്ലെന്നാണ്.
അപ്പോൾ പ്രസംഗിച്ചാൽ ചിലതൊന്നും വിടത്തില്ല, പക്ഷെ പ്രാർത്ഥിച്ചാൽ എന്തോ ചെയ്യും? വിട്ടുപോകും. ആ, അപ്പോൾ പ്രാർത്ഥനയുടെ പവർ അത്രയാ. അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തോ പ്രയോജനം എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്നവൻ പ്രസംഗിക്കുന്നവനെ ലോകം അറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവർ ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരാ. അപ്പം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, ഞാൻ ദൈവത്തിനെ എന്തുവാ അടുത്ത ആളാ. അപ്പോൾ ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവായിരിക്കും, പ്രസംഗിക്കാനുള്ള കഴിവായിരിക്കും, മിനിസ്റ്റർ ചെയ്യാനുള്ള കഴിവായിരിക്കും, അല്ലെ മറ്റുള്ളവരെ പരിപാലിക്കാനോ സ്നേഹിക്കാനോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം യോസഫിനൊരു സ്വപ്നം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യോസഫേ, നിന്റെ ഭാവിയിൽ സംഭവിക്കാനുള്ളതാ ഇത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരെന്തോ ദേഷ്യമാണ്. ദേഷ്യം. അവർ ചോദിക്കുക, നീ ഇപ്പം ഞങ്ങളെ വാഴുമോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള വാക്കുകളിലങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇവരുടെ ദേഷ്യം അറിയണമെങ്കിൽ നമ്മൾ ഈ 37-ാം അധ്യായം 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ, അതായത് അപ്പൻ യോസഫിനെ അയക്കുക, വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞുവിടാം. യോസഫിനെ അയക്കുക. അങ്ങനെ സഹോദരന്മാരുടെ അടുത്തേക്ക് യോസഫ് വരുന്നത് കണ്ടപ്പോൾ തന്നെ 25-ഉം 26-ഉം വാക്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ ഇവരെന്തോ ചെയ്യുക? പദ്ധതി ഇടുക, അവനെ കൊന്നുകളയണം. എന്നിട്ട് അവരെ കൊന്നില്ല, കൊല്ലാൻ സ്വർഗം അനുവദിച്ചില്ല, ദൈവം അനുവദിച്ചില്ല. അവനെ പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റില്ലു. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ ദൈവം അനുവദിച്ചില്ലെന്ന് ദൈവദാസനൊക്കെ പറയുന്നത്? ഉണ്ടെന്നേ, ദൈവത്തിൻ്റെ വചനമല്ലേ പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്ക്, ഇതിൻ്റെ അകത്ത് ഇണചേരാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ യോസഫിനെ പറ്റിയും ദൈവജനം പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറൊരു വാക്യത്തിൽ കാണുമെന്നേ. അത് ദൈവജനമാണെന്നേ. ആ വാക്യം അറിയണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ട്. അങ്ങനൊരു വാക്യം യോസഫിനെ പറ്റി ഉണ്ടോന്ന്? അങ്ങനെ താല്പര്യമുള്ളവർ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 9 തൊട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 9 തൊട്ട് 14 വരെ വേഗത്തിലൊന്ന് വായിച്ചു. അവിടെ യോസഫിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ഉം. ദൈവം അവനോട് കൂടെ ഇരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രൈമിനും തന്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രൈം ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറ് നമ്മുടെ പിതാക്കന്മാർ ആഹാരം കിട്ടാതെ ആയി. മിസ്രൈമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം മതി മതി പ്രാവശ്യം മതി. ഇനി നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. സമയച്ചുരുക്കം മൂലം ഞാൻ അങ്ങ് വിടുക. കണ്ടോ ദൈവത്തിൻ്റെ നിർണയം. ഇതാരാ പറയുന്നതെന്നറിയോ? സ്തേഫാനോസ് പറയാ. ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്തേഫാനോസ് വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാവോ ദൈവത്തിനൊരു നിർണയം ഉണ്ടായിരുന്നു. ആരെപ്പറ്റി? യോസഫിനെ പറ്റി. അസൂയ പൂണ്ട സഹോദരന്മാർ അവനെ കൊല്ലാൻ തീരുമാനിച്ച് അവനെ പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് മിസ്രൈമിലേക്ക് അയച്ചു. പക്ഷെ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. ദൈവം എന്തോ ഉണ്ടായിരുന്നു യോസഫിനോട്. കൂടെ അപ്പോൾ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ ആരുണ്ടായിരുന്നു? ദൈവം കൂടെ. ദൈവം മിസ്രൈമിൽ പോയപ്പോൾ ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. അടിമയായിരുന്നപ്പോൾ ആരുണ്ടായിരുന്നു? ദൈവം കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ അടിമത്തത്തിലാണേലും ആരുണ്ട് കൂട്ടത്തിൽ? ദൈവം ദൈവം നമ്മോട് കൂടെ. നമ്മളിപ്പോൾ രോഗത്തിലാണേലും ആരുണ്ട് കൂടെ? ദൈവം കൂടെ ഉണ്ട്. അമ്മേ അമ്മേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ബലഹീനതകളും പ്രശംസിക്കുന്ന കാര്യം, ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായി ദൈവശക്തി. ഓ, സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം എഴുതിയിരിക്കുക, ഞാൻ കഷ്ടത്തിലായതെനിക്ക്. ഗുണമായി. എനിക്ക് ആ, അപ്പൊ കഷ്ടത്തിൽ വരുമ്പോൾ നമ്മൾ കരയുക. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുക, എനിക്കിതൊക്കെ നല്ലതിനാണെന്നേ, ഇതൊക്കെ നന്മയ്ക്കായിട്ടാണെന്ന് വ്യാപരിച്ചത്. അമ്മേൻ. ഹല്ലേലൂയ. ആമേൻ അങ്ങനെ ഹല്ലേലൂയ. യോസഫിനെ പറ്റി ഇവിടെ സ്തേഫാനോസ് പറയുക, എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. ഇതൊക്കെ നമുക്കറിയാം. യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ള 1-2 റെഫറൻസ് ഉണ്ട്. അത് നമ്മൾ കാണുന്ന 39-ാം അധ്യായം 2-3 വാക്യങ്ങളൊന്ന് വായിച്ചേ.
ജെനസിസ് 39 യഹോവ 2-3 വാക്യം. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ആമേൻ. മതി മതി. ഇവിടെ പറയുന്നു യഹോവ യോസഫിനോട് കൂടെ ഉണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടായിരുന്നത് പുള്ളി കൊണ്ട് എവിടാ? പുള്ളി എവിടാ? ഇപ്പൊ പൊത്തിപ്പേറിന്റെ വീട്ടിൽ. തന്റെ പൊസിഷൻ എന്തുവാ? അടിമ. അടിമ. പക്ഷെ ദൈവവചനം പറയുന്നു യോസഫിനോടുകൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. നീ ദൈവത്താൽ നിർണയിക്കപ്പെട്ടവനാണെങ്കിൽ നീ എവിടെ ആയിരിക്കുന്നെന്നോ എങ്ങനെ ആയിരിക്കുന്നെന്നൊന്നും അല്ല വിഷയം. ദൈവിക സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ആമേൻ. ഈ 39 അധ്യായം 21 വാക്യം. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ആമേൻ. ആ ഇപ്പൊ യോസഫ് എവിടാ? കാരാഗ്രഹത്തിൽ. കാരാഗ്രഹത്തിൽ. അതിനുണ്ടായ സാഹചര്യമൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പുള്ളി ഇപ്പൊ സ്ത്രീ പീഡകനാണ്, ഏറ്റവും വെറുക്കപ്പെട്ടവനാണ്. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്ന് അടിച്ച് ജയിലിൽ കൊണ്ടിട്ടേക്കുക. പക്ഷെ ദൈവവചനം പറയുന്നു യോസഫിനോട് കൂടെ ആരുണ്ടായിരുന്നു? യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. ദൈവത്തിന്റെ നിർണയം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എവിടാണെങ്കിലും ഈ ദൈവ സാന്നിധ്യം നീ അനുഭവിക്കും. നീ ആമേൻ. അനുഭവിക്കും. നീ സഹോദരൻ. അനുഭവിക്കും. നീ അനുഭവിക്കും. നമ്മൾ ഈ അനുഭവിക്കും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയും കഷ്ടത കണ്ടോണ്ട് നീ അനുഭവിക്കുന്നു. പക്ഷെ നമ്മൾ ഈ കഷ്ടതയുടെ നടുവിലും അനുഭവിക്കേണ്ട ദൈവ സാന്നിധ്യം കേട്ടോ. അത് മറന്നു പോരുത്. ബാക്കിയുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയും കണ്ടോ അവൾ അനുഭവിക്കുന്നത്. പക്ഷെ നമ്മൾ സന്തോഷത്തോടെ പറയണം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്ത്? ദൈവിക സാന്നിധ്യം. ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് എന്ന് ആമേൻ. പറയാൻ നമ്മൾ തയ്യാറാണ്. വിശ്വാസത്തോടെ പറയാൻ തയ്യാറാകണം. അങ്ങനെ യോസഫിന്റെ ഇനി 1-2 കാര്യങ്ങളൂടെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് യോസഫിനെ പറ്റി. 41 അധ്യായം 8-9 വാക്യങ്ങൾ. 41, 8-9. പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്രൈമിലെ മന്ത്രവാദികളെ ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഫറവോനെ പറ്റിയ. ഫറവോൻ മിസ്രൈമിന്റെ രാജാവായ ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. തന്റെ രാജ്യത്തെ ജ്ഞാനികളെ എല്ലാം വിളിച്ചിട്ടും ആർക്കും എന്തു ചെയ്യാൻ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആലോചിച്ചോണം, ദൈവത്തിന്റെ നിർണയം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നീ കഷ്ടതയിൽ കൂടെ, ഭാരത്തിൽ കൂടെ, പ്രയാസത്തിലൂടെ ഒക്കെ ആയിരിക്കും ഇപ്പൊ കടന്നു പോകുന്നെങ്കിലും ഉണ്ടല്ലോ, ആർക്കും ചെയ്യാൻ പറ്റാത്തത്, ആമേൻ, ആർക്കും വെളിപ്പെടുത്താത്തത് നിന്നിലൂടെ ചെയ്യിക്കാൻ ദൈവത്തിനൊരു നിർണയം ഉള്ളതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു. അമ്മേൻ. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 25ഉം 26ഉം വാക്യോടെ ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ യോസഫ് ഫറവോനോട് പറഞ്ഞത് ഫറവോന്റെ സ്വപ്നം ഒന്നു തന്നെ. താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശു, 7 സംവത്സരം നല്ല കതിർ, 7 സംവത്സരം സ്വപ്നം ഒന്നു തന്നെ. വായിക്കണോ പാസ്റ്റർ മുമ്പോട്ട്? അത് കഴിഞ്ഞ് ഫറവോൻ പറയുന്നൊരു കാര്യമുണ്ട് യോസഫിനെ പറ്റി. എന്താണെന്നറിയാമോ? ഇവനെ പോലെ ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ വേറെ എവിടെങ്കിലും ഉണ്ടോന്ന്. ഇത് ഈ ഫറവോൻ എങ്ങനെ മനസ്സിലായി? കാര്യം തൻ്റെ രാജ്യത്തെ ജ്ഞാനികൾക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് ആർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു? അപ്പൊ എൻ്റെ ചോദ്യം, ഇതെങ്ങനാ യോസഫേ നിനക്ക് വെളിപ്പെട്ടത്? കാര്യം ഇത്രയേ ഉള്ളൂ, എന്നോടുകൂടെ ദൈവമുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഉണ്ട്, ഒരു നിർണയമുണ്ട്. ആ നിർണയത്തിലേക്ക് ദൈവം എന്നെ എത്തിക്കുന്നതിൽ എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു,
പ്രതിസന്ധികൾ വന്നു, അപമാനങ്ങൾ വന്നു, ദുഃഖം വന്നു, ഭാരങ്ങൾ വന്നു. പക്ഷെ ഞാൻ അനുഭവിച്ചൊരു ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 41-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-9 വാക്യങ്ങൾ. 41-ന്റെ 8-9. പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്രൈമിലെ മന്ത്രവാദികളെയും സോറി, അത് തന്നെയല്ലേ നമ്മളിപ്പോ വായിച്ചേ? അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. 38-ഉം 42-ഉം. 38 തൊട്ട് 42-ാമത്തെ വാക്യം വരെ. 41-ാം അധ്യായം. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിനു മേലാധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ആമേൻ. ആമേൻ. കണ്ടോ ദൈവത്തിന്റെ നിർണയം? കണ്ടോ? അവിടെ കൊണ്ടും തീർന്നില്ല. നമ്മളൊക്കെയാണെങ്കിൽ ഇവിടം കൊണ്ടൊക്കെ അങ്ങ് ഒതുക്കും. കണ്ടോ ദൈവം പറഞ്ഞതെല്ലാം ജീവിതത്തിൽ പാലിച്ച്. അങ്ങനൊന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും അല്ല. അവിടെ കൊണ്ടൊന്നും ഒതുക്കരുത്. അവിടെ കൊണ്ടൊന്നും ഒതുങ്ങേണ്ട അല്ല നമ്മുടെ ജീവിതം. അങ്ങനെയൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഇന്നത്തെ അവസ്ഥയൊക്കെ മാറ്റി ദൈവം ദൈവം നമുക്കൊരു കാറും വീടും ഒക്കെ തന്നു. അതുകൊണ്ടൊന്നും അങ്ങനൊന്നും അല്ല. അതിനേക്കാളൊക്കെ ഉപരിയുണ്ട്, അതിനേക്കാളൊക്കെ ഉപരിയുണ്ട്. ദൈവത്തിന്റെ നിർണയമൊന്നുമല്ല. ഈയിടെ ആമേൻ. ഞാനൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ ഇന്ത്യയിൽ വരുമ്പോൾ, അടുത്ത പ്രാവശ്യമല്ല, ഞാനൊരിക്കൽ നിങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ വരുമ്പോൾ എനിക്ക് സ്തോത്രം. നിങ്ങളുടെ കാറിൽ എന്നെ അവിടേക്ക് ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് ഒന്ന് പുള്ളിക്കാരി ഞെട്ടിയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു, ദൈവത്തിനത് തരാൻ കഴിയുമെന്നേ. പക്ഷേ ഞങ്ങൾ തന്നെ 4 പേരുണ്ട്, ഞാനും ഭാര്യയും 2 മക്കളും. അപ്പോൾ 5 പേർക്കുള്ള കാറാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അന്നേരം പ്രാർത്ഥിച്ചോണം, ദൈവമേ തരുമയൊക്കെ എന്തോ ചെയ്യണം, ഒരു 7 സീറ്റർ തരണം. ആ പുള്ളിയും ഫാമിലിയും കൂടെ വരുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇത് യോസഫിൻ്റെ കാര്യമാണ്. യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ആമേൻ. 45-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇത് നമ്മൾ വായിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഈ ദൂത് ഏറ്റെടുക്കാൻ പോവുക. 45-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിന് വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. കണ്ടോ അവൻ എന്നെ സ്തോത്രം. കണ്ടോ എന്തൊരു വിശ്വാസമോ. ആമേൻ. നമ്മളാണെ പറഞ്ഞേനെ, അപ്പൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ ഇരുന്നപ്പോൾ പിശാച് എന്നെ കെട്ടി എവിടിട്ടു? പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചപ്പം അടുത്ത ബന്ധനത്തിലേക്ക് എന്നെ അയച്ചു. സഹോദരങ്ങളെ, എന്നെ അടിമയാക്കി പിശാച്. അതിനുശേഷം ഞാൻ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പം എന്നെ കാരാഗ്രഹത്തിൽ ബന്ദിയാക്കി. അതാ നമ്മുടെ സാക്ഷ്യം. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ പറയാ, നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ, അത് നിങ്ങളല്ല ചെയ്തെന്നേ. കാര്യം ദൈവത്തിന് എന്നെ പറ്റി ഒരു നിർണയം ഉണ്ടായിരുന്നത് കൊണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച് നിർത്തിയപ്പോൾ ഞാൻ പല കാര്യങ്ങൾക്കും സ്തോത്രം പറയാൻ പറഞ്ഞു. അതിലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ നാളുകളിൽ പലരും നമ്മളെ സഹായിക്കാതിരുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം സ്തോത്രം. പറയണം. സ്തോത്രം. സ്തോത്രം പറയണം. ഹല്ലേലൂയ. അവര് നമ്മളെ വിളിച്ച് ആശ്വസിപ്പിക്കാതിരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. അവരുടെ ഈ കാശ് ഉണ്ടായിട്ട് അവർ തരാതിരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. അവർ നമ്മളെ തിരിഞ്ഞു നോക്കാത്തതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. കാര്യം എങ്കിലേ ഈ യോസഫിനെ പോലെ നമുക്ക് പറയാൻ പറ്റത്തുള്ളന്നേ. യോസഫ് ഇപ്പൊ സഹോദരന്മാരോട് പറയാ, നിങ്ങളല്ലെന്നേ, ഇതിന്റെ കാരണക്കാരനാരാ? ദൈവം. ദൈവം. അത് പറയാനെന്താ നിങ്ങൾക്കൊരു മടി? യോസഫ് സ്വന്തം വാക്കി പറയുകയാണ്, ഇത് നിങ്ങളല്ല, ഇതിന്റെ കാരണക്കാരൻ ദൈവമാ.
എന്നിട്ട് പറയണം, ദൈവമാണ് എന്നോട് കൂടെ ഇരുന്നത്, ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. അപ്പൊ അതിനൊരു ചെറിയ മുഖാന്തരം നിങ്ങളായെന്നേ ഉള്ളൂ. എനിക്ക് ആദ്യം നിങ്ങളോടൊക്കെ ചെറിയ വിഷമമൊക്കെ തോന്നി, സത്യമാ. പക്ഷെ പിന്നീട് കാര്യം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നിർണയമുണ്ട്. ആ നിർണയത്തിൽ ഞാൻ എത്തപ്പെടാൻ നിങ്ങളൊക്കെ എന്തോ ആയി, ഒരു മുഖാന്തരം. ഉപാധിയായി. ശരി, അതാണ് കറക്റ്റ് വാക്ക്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ മുഖാന്തരമായി. അപ്പൊ ഇന്ന് നമ്മളെ കുറ്റം പറയുന്നവരും ഇന്ന് നമ്മളെ അപമാനിക്കുന്നവരും ഇന്ന് നമ്മളെ ചെറുതായിട്ട് കാണുന്നവരെയൊക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം പറയണം. കാര്യം എന്താണെന്നറിയോ? ഇവരൊക്കെ നാളെ നമുക്ക് സ്തോത്രം. ആവശ്യമാണ്. നമുക്ക് അവരോട് പറയാൻ കഴിയണം. അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയണം, അയ്യോ അന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയത് കൊണ്ട്, ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവത്തിന് സ്തോത്രം. എന്നെക്കുറിച്ചൊരു നിർണയം ഉള്ളത് കൊണ്ട്, എന്തുവാ, ദൈവം എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രൂപേൻ യോസഫിനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു എന്ന ദൈവവചനം പറഞ്ഞു. ഈ പുള്ളി എങ്ങാനും രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ യോസഫ് ഇങ്ങനെ ആവുമായിരുന്നു? ഈ ദൈവസാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ പറ്റുമായിരുന്നു? ഇപ്പം ബാക്കിയുള്ള സഹോദരന്മാരൊക്കെ വിചാരിക്കുന്ന പുള്ളി ഇപ്പോൾ ഫോറിലാണെന്ന്, എവിടാ, മിസ്രൈമിലാണെന്ന്. മറ്റു പലരും വിചാരിച്ചിരിക്കുന്ന പുള്ളി മരിച്ചു പോയിന്ന്. പക്ഷെ അങ്ങനൊന്നുമല്ല. നിന്റെ കുടുംബത്തിലേക്ക് സന്തോഷം കൊണ്ടുവരേണ്ടതിന്, നിന്നിലൂടെ നിന്റെ കുടുംബത്തെ പുലർത്തേണ്ടതിന്, നിന്നിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, അതൊക്കെയാ ഹല്ലേലൂയ. ദൈവത്തിന്റെ നിർണയം. അതൊക്കെയാ ദൈവത്തിന്റെ നിർണയം. അതെ. പക്ഷെ ഇപ്പം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ, 10 പേരുണ്ടായിട്ട് ഒരുത്തം പോലും എന്നെ സഹായിച്ചില്ല. യോസഫേ വേണ്ട, വേണ്ട യോസഫേ വേണ്ട. ഈ ദൈവിക സഹായം നിനക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി അവർ നിന്നെ സഹായിക്കാതിരുന്നത് എത്ര നന്നായി. ഒന്ന് സ്തോത്രം. ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. രൂപേൻ സ്തോത്രം. തിരിച്ചെടുത്തോണ്ട് ഈ യോസഫിനെ യാക്കോബിന്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് വിചാരിച്ചോ, എന്തുവാ സംഭവിക്കുന്നത്? ഇവർക്ക് പിന്നെ ഈ പുള്ളിയോട് ദേഷ്യം കൂടും. ഇല്ലെങ്കിൽ അപ്പം ബാക്കിയുള്ളവരെയൊക്കെ പുറത്ത് കളഞ്ഞിട്ട് യോസഫിനെ കൂടെ നിർത്തും. ഇതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പം അപ്പനേക്കാൾ ഉപരിയായി, അമ്മയേക്കാൾ ഉപരിയായി കരുതുന്ന ദൈവത്തിന്റെ കരം യോസഫിനോട് കൂടെ ഇരുന്നു. അതുകൊണ്ടാണ് ആമേൻ. ദൈവത്തിൽ നമ്മൾ വായിച്ചത്, ദൈവത്തിന്റെ സാന്നിധ്യം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ ചെയ്യുന്നതിലൊക്കെയും കൃതാർത്ഥനായിട്ട് തീർന്നു. അടിമത്തത്തിലായിരുന്നപ്പോൾ ദൈവിക സാന്നിധ്യം, കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ദൈവിക സാന്നിധ്യം. ഇപ്പൊ യോസഫ് സ്വന്തം വാക്കുകൊണ്ട് പറയുക, നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പൊ അവർക്കൊക്കെ വിഷമമായി, അയ്യോ ഞങ്ങൾ വിറ്റത് കൊണ്ടാണല്ലോ ഇവൻ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ വിഷമം. പുള്ളി പറയാ, എന്ത് തന്നെ ആയാലും നിങ്ങൾ വിഷമിക്കണ്ട, ഇത് നിങ്ങളല്ലെന്നേ, ഇത് ദൈവം, ഇത് ദൈവത്താൽ സംഭവിച്ചു, ഇത് യഹോവയാൽ സംഭവിച്ചു, ഇത് നമ്മുടെ യഹോവയാൽ സംഭവിച്ചു. 45 അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യം. അവൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കലെത്തി. അവനോട് യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോസഫ് സ്തംഭിച്ചുപോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എന്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. ആമേൻ. കണ്ടോ? സ്തോത്രം. ഇപ്പം അപ്പന് ചൈതന്യം വരുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരാ വന്നിരിക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് പുള്ളി എനിക്കിപ്പം മരിച്ചാൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ, പുള്ളി കരയുന്ന കരച്ചിലുണ്ട്. നിങ്ങൾ ദുഃഖത്തോടെ എന്നെ പാതാളത്തിലേക്ക് അയക്കുമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ പുള്ളിയാ. ഇപ്പം പുള്ളിക്ക് ഒരു ചൈതന്യമൊക്കെ വന്നിട്ട് പുള്ളി പറയും, എടറാ വണ്ടി, ഇപ്പൊ തന്നെ പോയേക്കാം. ആമേൻ. അങ്ങനെ ദുഃഖത്തിലിരിക്കുന്നവരുടെ ചൈതന്യം നൽകുന്നതാകട്ടെ നമ്മിൽ ആമേൻ. വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തി. ആമേൻ. അത്യന്ത ശക്തി. ഞാൻ യോസഫിനെ പറ്റി ഒന്ന് രണ്ട് ദൂതൂടെ പറഞ്ഞ്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ദൈവത്തിൻ്റെ നിർണയത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം. താഴെ. യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം തീർന്നു ഇല്ല തീർന്നു ഇല്ലയോ? ഇല്ല, തീർന്നിട്ടില്ല. പിന്നെ എവിടം വരെ ഉണ്ട്? യോസഫ് തന്റെ അപ്പനായ യാക്കോബിനെ കാണുകയും പിന്നെ അതുമല്ല അനുഗ്രഹമല്ലേ. ആർക്ക് പറയാൻ പറ്റും യോസഫിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ നിർണയം തീർന്നു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം തരിക. ഇല്ല. എവിടം വരെ ഉണ്ട് ആൻറ്റി? പറയാൻറ്റി. യൂസഫിന്റെ അസ്ഥികളെ കൊണ്ടുവന്ന് കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അടക്കുന്നത് വരെ ഉണ്ട്. ഉണ്ട്, അവിടം വരെ ഉണ്ട്. മരണം കൊണ്ടും തീർന്നില്ല. ഈ ഉൽപ്പത്തി പുസ്തകം തീരുന്നത് യോസഫിന്റെ മരണത്തിലാണ്. 50-ാം അധ്യായം 24 മുതലുള്ള 26 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 50-ന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യോസഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഉണ്ടോ? യോസഫ് 110 മതി മതി, വയസ്സ് നമ്മൾ സമയച്ചുരുക്കം മൂലം അതൊക്കെ അങ്ങ് പെട്ടെന്ന് തീർക്കുക. നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ടല്ലോ, നിങ്ങൾ വായിക്കാം. 50-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, ഇവിടെ യോസഫ് പറയുകയാണ്, നിങ്ങളെ ദൈവം എന്തോ ചെയ്യും? കനാൻ ഇത് ദേശത്ത് കൊണ്ടുപോകും. ഇത് യോസഫിനോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ദൈവം ദൈവത്തിന്റെ നിർണയമുള്ളവന് തൻ്റെ ഭാവിയെപ്പറ്റി, തൻ്റെ തലമുറയുടെ ഭാവിയെപ്പറ്റി എന്തു ചെയ്യാൻ പറ്റും? നിർണയിക്കാൻ പറ്റും. അതാ ദൈവം ഞാനൊരു സാക്ഷ്യം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. ഇവിടെ പറയാണ്, ദൈവം നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിക്കും. പക്ഷെ അന്ന് നിങ്ങൾ ഓർത്തോണം, ഞാൻ എവിടാ മിസ്രൈമീൻ എന്നുള്ള ലേബലിൽ അടങ്ങേണ്ടവനല്ല. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നിർണയമുണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്യണം? എൻ്റെ അസ്ഥികൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ എടുത്തുകൊണ്ട് പോയോ? പോയി. കൊണ്ടുപോയി. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാം വാക്യം. പുറപ്പാട് 13-19. മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. കണ്ടോ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മരുഭൂമി യാത്രയിൽ 40 വർഷം ഇവർ നടന്നു, അല്ലേ? അതെ. അപ്പൊ ഈ കൂട്ടത്തിൽ എന്തോ ഉണ്ടായിരുന്നു? ഈ യോസഫിന്റെ അസ്ഥികളും ഉണ്ടായിരുന്നു. ദൈവവചനം പറയുന്നത്, ദൈവം പറയുന്നത്, ഈ തലമുറയെ മുഴുവൻ ഞാൻ എന്തോ ചെയ്യും? ഒടുക്കിക്കളയും. ഇവർ മരുഭൂമിയിൽ എന്തോ ചെയ്യും? ഒടുങ്ങിപ്പോവും. അപ്പം അന്ന് തുടങ്ങിയവരെല്ലാരും എവിടെ അവസാനിച്ചു? മരുഭൂമിയിൽ. പക്ഷെ ദൈവത്തിന്റെ നിർണയമുള്ളവനോ? ദൈവത്തിന്റെ നിർണയമുള്ളവനോ? അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തോ? നിന്റെ പൂർവ്വപിതാവായ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബിനോടും കൂടെ നീ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തമാണേ. കണ്ടോ? മിസ്രൈമിന്ന് ഇപ്പൊ അസ്ഥി എടുത്തോണ്ട് വന്നേക്കുക. ഇതിൻ്റെ ആ തുരുത്തം പോലും പറഞ്ഞില്ല, ഈ പുള്ളിയെ ഇവിടെ അങ്ങ് കുഴിച്ചിട്ടേക്കാന്ന്. ഈ ഈ അങ്ങനെ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നവരുടെ അപ്പനും അപ്പൂപ്പനും വലിയപ്പനും ഒക്കെ കഴിഞ്ഞ 40 വർഷമായിട്ട് മരുഭൂമി വീണെടുത്ത് തന്നെ ഒരു കുഴി കുഴിച്ച് അവരെയൊക്കെ അവിടെയൊക്കെ മൂടി. പക്ഷെ ദൈവത്തിന്റെ നിർണയമുള്ളവന്റെ അസ്ഥി അങ്ങനൊന്നും വീഴത്തില്ല കേട്ടോ. നിന്നേക്കാൾ ശക്തന്മാരും ഭക്തന്മാരും ഒക്കെ വീണെന്നിരിക്കാം, പക്ഷെ നിന്റെ മേളിൽ ഒരു ദൈവത്തിന്റെ നിർണയം ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. അങ്ങനെ എത്തിക്കുമെന്ന് ചോദിച്ചാൽ എത്തിച്ചിട്ടുണ്ട്.
യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം വാക്യം. യോശുവ 24:32. 24-ന്റെ യോശുവ 32. 24. അതെ അതെ. മുപ്പത്തിരണ്ട്. ഓ, യേശുവേ സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസഫിന്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ, യാക്കോബ് ഷേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിനു വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹരോന്റെ മകൻ എലയാസറും മരിച്ച് അവനെ അവന്റെ മകനായ ഫിനെഹാസിനെ എഫ്രൈം മതി പർവ്വതത്തിൽ മതി മതി. കൊടുത്തു. കണ്ടോ? ഇപ്പം മക്കൾക്ക് അവകാശമായി കിട്ടിയ ആ സ്ഥലം. കാര്യം എന്താണെന്നറിയോ? അപ്പനെ അടക്കിയത് അവിടെ ആയതുകൊണ്ട് ഇതാർക്ക് അവകാശമാണ്? നമ്മുടെ നാട്ടിൽ ഈ അതിരുകല്ല് ഒക്കെ ഇട്ട് ഉറപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇത് എവിടുന്ന് വന്നേന്നറിയോ? ദൈവത്തിന്റെ നിർണയത്തിൽ തുടങ്ങിയതാ. തൻ്റെ തലമുറകൾക്ക് അവകാശമായി കൊടുക്കേണ്ടതിന് ബാക്കി ഒരുത്തൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൻ്റെ ഒന്നുമില്ല. ആകെ പറയാൻ പൂർവ്വപിതാവായ യാക്കോബിൻ്റെ മാത്രമേ ഉള്ളൂ, അബ്രഹാമിൻ്റെ മാത്രമേ ഉള്ളൂ. പക്ഷേ യോസഫിൻ്റെ കുലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ അപ്പൻ്റെയാ. എൻ്റെ അപ്പന് ഒരു ദൈവത്തിൻ്റെ നിർണയം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ മേലൊരു ദൈവത്തിൻ്റെ നിർണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിയെ പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും അടിമയാക്കിയപ്പോഴും കാരാഗ്രഹത്തിലാക്കിയപ്പോഴും രാജകൊട്ടാരത്തിലായിരുന്നപ്പോഴും താൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് യഹോവയാൽ സംഭവിച്ചത്, ഇവിടെ എന്നെ അയച്ചത് ദൈവമാണ്. ഇതിലൊക്കെ കൂടെ ഞാൻ കടന്നു പോകുന്നതിൻ്റെ കാര്യം എൻ്റെ മേലൊരു ദൈവത്തിൻ്റെ നിർണയം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ നിർണയമുള്ളവൻ മിസ്രൈമിൽ ഒടുങ്ങേണ്ടവനല്ല, അവൻ മരുഭൂമിയിൽ തീരേണ്ടവനല്ല. അവൻ്റെ പൂർവ്വപിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത സ്ഥലത്തേക്ക് യോസഫിൻ്റെ ആസ്തികളെ മടക്കി കൊണ്ടുവന്ന് ആ സ്ഥലം യോസഫിൻ്റെ തലമുറകൾക്ക് അവകാശമാക്കി ദൈവം മാറ്റി. കണ്ടോ ദൈവത്തിൻ്റെ നിർണയം? ഇങ്ങനെ അനേകരെ പറ്റി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എടുത്തുവെന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, കർത്താവേ 2025 കഴിയാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ദൈവത്തിൻ്റെ നിർണയം എന്നെ പറ്റിയുള്ളത് അതെന്താണെന്ന് എന്നെ അറിയിക്കണം. എന്നെ ആ റൈറ്റ് പാത്തിലൊന്ന് വിടണം. നാളെ നമ്മുടെ തലമുറകൾ പറയണം, എനിക്കൊരമ്മച്ചി ഉണ്ടായിരുന്നു, എനിക്കൊരപ്പച്ചനുണ്ടായിരുന്നു, പുള്ളിയെ നാട്ടുകാരെല്ലാം കളിയാക്കിയതാ, പുള്ളിയെ കൂട്ടുകാരെല്ലാം തള്ളിക്കളഞ്ഞതാ, പുള്ളിയെ കുടുംബക്കാരെല്ലാം തള്ളിക്കളഞ്ഞതാ. പക്ഷേ ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന ഒരു ദൈവത്തിൻ്റെ നിർണയം കൊണ്ട്. ഈ സൗത്ത് ആഫ്രിക്കയിൽ ഒരു റൂളുണ്ട്. അത് വേറെ രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു ഞങ്ങളവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യാൻ നേരമായപ്പോഴത്തേനും എൻ്റെ പാസ്പോർട്ടിലുള്ള സർനെയിമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. അതായത് എൻ്റെ മോൻ്റെ പേര് എലൈജ എന്നാണ്, എൻ്റെ വീട്ടുപേര് കൊല്ലശ്ശേരി എന്നാണ്. എലൈജ കൊല്ലശ്ശേരി ആൽവിൻ എന്നാണ് അവൻ്റെ പേര് വരേണ്ടത്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ നിയമം അനുസരിച്ച് അപ്പൻ്റെ സർനെയിം അവന് കിട്ടുന്നത്. എൻ്റെ സർനെയിം, എൻ്റെ പേര് ആൽവിൻ കൊല്ലശ്ശേരി ലാസർ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇന്ത്യയിൽ ഇങ്ങനെയാണ്, ഇതാണ് പാസ്പോർട്ടൊക്കെ മാറ്റുക, അതൊക്കെ ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പലരും എന്നോട് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, വേണ്ട, എൻ്റെ സർനെയിം അവന് കിട്ടിയാൽ മതി. കാര്യം എൻ്റെ അപ്പൻ്റെ പേര് ലാസർ എന്നാണ്. ഇപ്പോൾ അവരുടെ സർനെയിം എലൈജ കൊല്ലശ്ശേരി ലാസർ, എൻ്റെ അപ്പൻ്റെ പേര്. ഞാൻ ആലോചിച്ചപ്പം എൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയ പുള്ളിക്കാരനാണ് എൻ്റെ അപ്പൻ. അങ്ങനെങ്കിൽ എൻ്റെ തലമുറകൾ ആ പുള്ളിയുടെ പേരിൽ അറിയപ്പെട്ടാൽ മതിയെന്നേ. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. വേണമെങ്കിൽ എനിക്കത് മാറ്റായിരുന്നു, നേരെ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി, കുറച്ച് പണിയാണെന്നേ ഉള്ളൂ. പാസ്പോർട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എൻ്റെ സർനെയിം ഒന്ന് ഇതാക്കി മാറ്റാൻ ഇന്ത്യക്കാരെല്ലാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്തില്ല.
അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അറിയപ്പെട്ടത്, ഇസ്രായേൽ മക്കൾ അറിയപ്പെട്ടതുപോലെ ഞാൻ വിചാരിച്ചു എൻ്റെ അപ്പൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവനാണ്. ഒറ്റയ്ക്ക് താൻ വന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ദൈവത്തെ അറിയാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ അപ്പൻ്റെ പേരിൽ അറിയപ്പെടട്ടെ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെപ്പറ്റി നാളെ ഇതുപോലെ പലരും സാക്ഷ്യം പറയണം. എനിക്കൊരമ്മച്ചി ഉണ്ടായിരുന്നു, എനിക്കൊരപ്പച്ചനും ഉണ്ടായിരുന്നു. അവർ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയതാ. അവരെ എല്ലാവരുടെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതാ. അവരുടെ സഹോദരന്മാർ പോലും അവരെ ദേഷിച്ച് അവകാശം ഒന്നും കൊടുക്കാതെ ഇറക്കി വിട്ടതാണെന്നേ. അന്ന് അപമാനത്തിൽ കൂടെ ഒക്കെ അവർ പോയെങ്കിലും ഇന്ന് എനിക്കത് ഏറ്റു പറയാൻ ചങ്കൂറ്റം ഉണ്ടെന്ന് പറയുന്നൊരു തലമുറയെ ദൈവം ഉയർത്തിക്കൊണ്ടു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ നിർണയം. അതുകൊണ്ടാ ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കുമ്പോൾ പറയും, നിന്റെ കുലം എഫ്രീമിൻ്റെയും മനേശയുടെയും കുലം പോലെ ആകട്ടെ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ നിർണയം ഉണ്ടായിരുന്നൊരു യോസഫ്. ദൈവത്തിൻ്റെ നിർണയം ഉണ്ടായിരുന്നൊരു യോസഫ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, അപ്പാ, എന്നിലൂടെ നിന്റെ നിർണയം, അങ്ങ് വാക്ക് പറഞ്ഞതുപോലെ, അങ്ങ് ആണയിട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ നിർണയം എനിക്ക് വേണം. അതെന്താണെന്നറിയാം. കർത്താവെ, ഇന്ന് ഞാൻ അപമാനിതനാ. ഇന്ന് പൊട്ടക്കുഴി കിടക്കുന്നത് പോലെ എൻ്റെ അവസ്ഥ. ആര് രക്ഷിക്കും, ആരൊന്ന് കൈത്താങ്ങൽ തരുമെന്നൊക്കെ വിചാരിച്ചിരുന്ന കൈത്താങ്ങൽ തന്നത് രക്ഷിക്കാനല്ല, അടിമത്തത്തിലേക്ക് അയച്ചത്. അടിമത്തത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ. ഹാലലൂയ, ഹാലലൂയ. അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചപ്പോൾ അടിയിടിയേറും ദുഷിയും പഴിയൊക്കെ കേട്ട് കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ ഒടുങ്ങത്തില്ലെന്ന് എനിക്കറിയാം, തീരത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മേലൊരു ദൈവത്തിൻ്റെ നിർണയമുണ്ട്. ഇന്ന് നമ്മളെ തന്നെ പഴിക്കാതെ, മറ്റുള്ളവരെ പഴിക്കാതെ, യോസഫിനെ കൂട്ട് പറയുവാൻ, യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ തനിക്ക് മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ ഒരു നിർണയം എൻ്റെ മേലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കഷ്ടതയിൽ കൂടെ പോകുന്നത്. ഹാലലൂയ, ഹാലലൂയ. ആമേൻ, ആമേൻ. ആരും ഈ യോസഫിനെ റെക്കമെൻഡ് പറവോൻ്റെ അടുത്ത് ചെയ്തതല്ല. പക്ഷെ പറവോൻ പറയുക, ആമേൻ, ഇവന് ദൈവാത്മാവുണ്ടെന്ന് യോസഫിന് പറവോനോട് ആരും പറഞ്ഞതല്ല. പക്ഷെ പറവോൻ ഇപ്പോൾ പറയുക, ഈ മനുഷ്യനെ പോലെ ദൈവാത്മാവുള്ളവൻ വേറെ ഇവിടെ ഇല്ല, ഇവനെ പോലെ ജ്ഞാനിയായ ഒരുത്തൻ വേറെ ഇല്ല. അത് ദൈവത്തിൻ്റെ നിർണയമാണ് നിന്നെപ്പറ്റി. അതിനുവേണ്ടിയാണ് ദൈവം നിന്നെ ജ്ഞാനാത്മാവിനാൽ നിറച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നിനക്ക് ടാലൻറ്റുകൾ തന്നിരിക്കുന്നത്, പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നിരിക്കുന്നത്, സുവിശേഷം പറയാനുള്ള കൃപ തന്നിരിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള കൃപ നൽകിയിരിക്കുന്നത്, മറ്റുള്ളവരെ കൈത്താങ്ങൾ നൽകാനുള്ള കൃപ നൽകിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, അങ്ങയുടെ നിർണയത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുപക്ഷെ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, തന്നോട് കൂടെയുള്ള പലരും ആമേൻ മിസ്രൈമിൽ ഒടുങ്ങിത്തീർന്നപ്പോൾ, ഹല്ലേലൂയ, മരിച്ചു വീണപ്പോൾ, അവരെയൊക്കെ അവിടെ അടക്കിയപ്പോൾ, എന്നാൽ ദൈവത്തിൻ്റെ നിർണയമുള്ളവൻ അവൻ മിസ്രൈമിൽ നിന്ന് ഹല്ലേലൂയ 40 വർഷം മരുഭൂമിയിൽ കൂടെ അവൻ്റെ അസ്ഥികൾ സഞ്ചരിച്ചു എന്ന് നമ്മൾ കേട്ടു. ആമേൻ. 40 വർഷം ജനിച്ച രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറകളൊക്കെ ആമേൻ മരുഭൂമിയിൽ ഉടങ്ങിയപ്പോൾ അവിടം കൊണ്ടും തീർന്നില്ല. ദൈവം തന്നോട് വാഗ്ദത്തം പറഞ്ഞ ഹല്ലേലൂയ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ആ കല്ലറയിൽ അടക്കുവാൻ ആമേൻ തൻ്റെ മക്കൾക്ക് ആ ദേശം ഹല്ലേലൂയ അവകാശമായി ലഭിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു നിർണയം തന്നെ മേൽ വ്യാപരിച്ചട്ടെ. ഉടരപരിഗണപന ശംഥനാരികന. ഇന്ന് വൽക്കാലം നമുക്കും പറയാം, കർത്താവേ, അങ്ങയുടെ നിർണയം എൻ്റെ ജീവിതത്തിൽ, അങ്ങയുടെ നിർണയം എൻ്റെ ജീവിതത്തിൽ. എനിക്കറിയാം ഞാനിന്ന് കഷ്ടത്തില, എനിക്കറിയാം ഞാനിന്ന് രോഗത്തില, എനിക്കറിയാം ഞാനിന്ന് ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു വന്നോ, എനിക്കറിയാം എൻ്റെ കുടുംബക്കാരെന്നെ ഇന്ന് തള്ളിക്കളഞ്ഞതാ, ഇനി അവനിൽ നിന്നൊരു നന്മയും ഇല്ലെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയോ. പക്ഷെ എനിക്കറിയാം അങ്ങക്ക് എന്നെ പറ്റിയൊരു നിർണയമുണ്ട്, അങ്ങക്ക് എന്നെ പറ്റി ഒരു നിർണയമുണ്ട്. കർത്താവ്, ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ്, ഒരുപക്ഷെ ഇത് പിന്നീട് കർത്താവ് ആമേൻ ഹല്ലേലൂയ കർത്താവ് മറ്റുള്ള മാധ്യമങ്ങളിൽ കേൾക്കുന്ന വ്യക്തികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിർണയം വെളിപ്പെട്ട് വരട്ടെ. കർത്താവ്, അവരിന്ന് കഷ്ടതയിലായിരിക്കാം, ഭാരത്തിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, രോഗത്തിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കാം, കുടുംബത്തിൽ നല്ലൊരവസ്ഥ ആയിരിക്കത്തില്ല. കർത്താവ്, മക്കൾ കളിയാക്കുന്നുണ്ടായിരിക്കാം, ആമേൻ, മക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ അപമാനമായിട്ടായിരിക്കാം കർത്താവ് അവരായിരിക്കുന്നത്. എന്നാൽ ആമേൻ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നുള്ള അങ്ങയുടെ വാഗ്ദത്തം ഞങ്ങൾ
ഞങ്ങൾ ഓർക്കുക. കർത്താവെ, ഞങ്ങൾ നാളത്തേക്കിന് അനുഗ്രഹമായി മാറേണ്ടതിന്, കർത്താവെ, ഈ കഷ്ടതയിൽ ഞങ്ങൾ സഹിഷ്ണുത ആകേണ്ടതിന്, കർത്താവെ, ഈ സഹിഷ്ണുതയിലൂടെ ഞങ്ങൾ സിദ്ധരാകേണ്ടതിന്, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കേണ്ടതിന്, കർത്താവെ, ഞങ്ങളെ അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന്, ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ നിർണയം വെളിപ്പെട്ടു വരേണ്ടതിന്, കർത്താവെ, നാളുകളിൽ ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റേണ്ടതിന്, ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവെ ഞങ്ങളൊരു പില്ലറായി മാറേണ്ടതിന് അങ്ങയുടെ നിർണയം ഞങ്ങളുടെ മേലുള്ളതിനായിട്ട് സ്തോത്രം. അങ്ങ് നിർവഹിച്ച ആ നിർണയം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ആമേൻ, 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 ആമേൻ. ഓ ഹാലലൂയ, ഹാലലൂയ. അതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കും. ഉടരപരിഗനവന അതുനഗരസ്തകരെ പൗഡൽ കനകാരികന അസ്തുര പൗഡാരികനെ ഉടവലരികനവർ അതുനഗരാജകര ഔടകര അന്തനരകന. ഓ ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിൻ്റെ നിർണയം ഞങ്ങളുടെ മേൽ, ദൈവത്തിൻ്റെ നിർണയം കർത്താവെ ഞങ്ങളിലൂടെ ആമേൻ നിവർത്തിക്കേണ്ടതിനു വേണ്ടി യഹോവ നിർണയിച്ചിരിക്കുന്നു. അവൻ ആണയിട്ടിരിക്കുന്നു കർത്താവെ. അതാർക്കും മുടക്കാൻ, ആർക്കും തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത ആ നിർണയം ഞങ്ങളുടെ മേലുള്ളതിനായിട്ട് സ്തോത്രം. അതിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലൊരോഹരി. കഷ്ടങ്ങളിൽ തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ ഉറ്റ തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കർത്താവെ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ നിർണയം. ആമേൻ. എല്ലാവരും കണ്ണുകളടച്ചാട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. നിറപരിഗനപന ഹതുനഗരസ്തകരെ പൗഡൽ കനകാരികന ഡവലരികന പരതുനഗരാജകര ഉടകര അന്തനരകന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്നു പിതാവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നല്ലവനെ, വിശ്വസ്തനെ, കരുണാസമ്പന്നനെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പ കേൾപ്പിച്ചു തന്ന അനുഗ്രഹീത വചനങ്ങൾക്കായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടുത്തെ നിർണയം ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും ഞങ്ങളുടെ തലമുറകളെ കുറിച്ചും ഉള്ളത് അങ്ങ് നിവർത്തിച്ച് ഞങ്ങളെ മാനിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. ആരുടെയും ബലഹീനതകൾ അതിന് തടസ്സമായി പോകല്ലേ പിതാവേ. ഞങ്ങളുടെ അറിവ് കൂടാതെയോ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങേ വേദനിപ്പിച്ചു കൂട്ടണങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് അവിടുത്തെ നിർണയം ഞങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തം അങ്ങ് നിവർത്തിച്ചു തന്ന് ഞങ്ങളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വചനം പഠിപ്പിച്ചെന്ന സാറിനെ അനുഗ്രഹിക്കുന്നു. കുടുംബമായിട്ട് അവർ അനുഗ്രഹമായി തീരട്ടെ. അനേകരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കുവാൻ കർത്താവേ ഹല്ലേലൂയ അങ്ങൊരു മാനപാത്രമായിട്ട് തൻ്റെ മകനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാണ്. ഈ രാത്രി ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ രാത്രിയാകയാൽ സ്തോത്രം. ഈ വചന പഠനം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും കർത്താവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞു തരുന്ന വചന പഠനമാകയാൽ ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുകയാണ് കർത്താവെ. ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തമാണ് ഞങ്ങൾക്ക് ഓരോന്നും തന്നിരിക്കുന്നത്. അങ്ങ് തന്ന വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വെന്ന് മാത്രമാകയാൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്ന എല്ലാ മക്കളും എല്ലാവരും കുടുംബമായിട്ട് അനുഗ്രഹമായി തീരട്ടെ.
അനുഗ്രഹിക്കട്ടെ. ഹാലേലൂയ. കേൾപ്പിച്ചെന്ന വചനപ്രകാരം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹാലേലൂയ. അപ്പച്ചാ പിതാവേ, ഹാലേലൂയ, അവിടുത്തെ ഹിതത്തിനായിട്ട്, അവിടുത്തെ സമയത്തിനായിട്ട്, അവിടുത്തെ നിർണയത്തിനായിട്ട് എല്ലാം ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് പിതാവും ഞങ്ങൾ അവിടുത്തെ മക്കളുമല്ലോ. ഹാലേലൂയ. മക്കളിൽ വന്നു പോകുന്ന എല്ലാ കുറവുകളും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച്, ഹാലേലൂയ, അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങളെ ആത്മീകമായിട്ടും, ഹാലേലൂയ, ശാരീരികമായിട്ടും, മാനസികമായിട്ടും, ഭൗതികമായിട്ടും, കുടുംബമായിട്ട് ഞങ്ങളെ ഉയർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. 2025 ഹാലേലൂയ ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ വർഷം തന്നെയായിരുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 26ലേക്ക് കൂടുതൽ, ഹാലേലൂയ, അപ്പനോട് പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് കൂടുതൽ അപ്പനിൽ നിന്ന് പ്രാപിക്കുവാൻ ജോസഫിന്റെ ജീവിതത്തിൽ, ഹാലേലൂയ, അനുഗ്രഹിച്ച ദൈവം ഞങ്ങളെയും, ഹാലേലൂയ, അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണുനീരൊക്കെയും തുരുത്തിയിലുണ്ട് കർത്താവേ. ഹാലേലൂയ. ഞങ്ങൾ അനുഭവിച്ച നിന്ദകളും പരിഹാസങ്ങളും എല്ലാം അപ്പ അറിയുന്നു കർത്താവേ. ഹാലേലൂയ. അവിടുത്തെ നിർണയങ്ങളൊന്നും മാറ്റം വരുന്നതല്ല. അക്ഷരീയമായി അത് നിവർത്തിച്ചു തരും. ഞങ്ങൾ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുത്താട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാട് സ്തോത്രം. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനാട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായിട്ട് ജീവൻ തന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. അപ്പൊ ഓർക്കുക, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു നിർണയമുണ്ട്. നിങ്ങൾ ഇന്ന് എഴുതിയിടണം. നിങ്ങളുടെ ഹൃദയത്തിൽ അത് എഴുതണം. ഒക്കുവാണെങ്കിൽ എവിടെങ്കിലും ഒക്കെ എഴുതിയിടണം, നിങ്ങളുടെ ബൈബിളിലൊക്കെ. എന്നിട്ട് പറയണം, ദൈവത്തിന് എന്നെ കുറിച്ചൊരു നിർണയമുണ്ട്. ആമേൻ. അതുപോലെ സംഭവിക്കും. അതുപോലെ സംഭവിക്കും. ഇന്ന് ഞാൻ രോഗത്തിലായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കാം, ഭാരത്തിലായിരിക്കാം, കഷ്ടത്തിലായിരിക്കും. ഇതൊക്കെ ആ നിർണയത്തിലേക്കുള്ളൊരു പടിയാണ് എന്ന് യോസഫ് പറഞ്ഞതുപോലെ ഭാവിയിൽ പറയുവാൻ ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹത്തോടെ പോവാം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിർണയം നിങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന ഒരു 2026 ദൈവം നൽകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു.